ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ നമ്മളൊരു IPO റിവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് വീണ്ടും ഒരു IPO റിവ്യൂ തന്നെയാണ്. GPT ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ IPO വന്നിരിക്കുന്നു. വെറും ചെറിയൊരു IPO ആണ്. 525 കോടി രൂപയുടെ ഒരു IPO. ഇത് ഒരു ഹോസ്പിറ്റലാണ്. 4 ഹോസ്പിറ്റൽ ഹോൾഡ് ചെയ്തൊരു GPT ഗ്രൂപ്പിൻ്റെ കൊൽക്കത്ത ബേസ്ഡ് ആയിട്ടുള്ള GPT ഗ്രൂപ്പിൻ്റെ ഒരു സബ്സിഡി ആയിട്ട് വരുന്ന ഒരു കമ്പനിയാണ്. അവർക്ക് ഇൻഫ്രാ പ്രൊജക്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണത്. അപ്പോൾ ഒരു കൊൽക്കത്ത ബേസ്ഡ് GPT ഗ്രൂപ്പ് ഞാൻ ഉദ്ദേശിച്ചു. ഒരു ലിസ്റ്റഡ് കമ്പനിയാണ് അവർ. അപ്പോൾ ഇവർ 561 ബെഡുകളുള്ള 4 ഹോസ്പിറ്റൽസ് ഓൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇതിൽ 3 എണ്ണവും വെസ്റ്റ് ബംഗാളിലാണ്, 1 ത്രിപുരയിലാണ്. ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്യുന്ന ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് ILS ഹോസ്പിറ്റൽസ് എന്നാണ്. അപ്പോൾ 2025 കൂടി ഒരു 152 ബെഡുകൾ റായ്പൂരിൽ വരുന്നുണ്ട്. 140 ബെഡുകൾ റാഞ്ചിയിൽ 2026 കൂടി ഒരു ഹോസ്പിറ്റൽ ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു. ഇത് രണ്ടും അസറ്റ് ലൈറ്റ് മോഡലാണ്. കാരണം ഇതിനും കൂടി എല്ലാം കൂടി കമ്പനിയുടെ കയ്യിൽ നിന്ന് ആകെ ചിലവാകുന്ന 105 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ്. സോ അസറ്റ് ലൈറ്റായിട്ട് എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം എന്ന് കൂടി ഇന്നോവേറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് മാനേജ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് ഈ GPT ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 525 കോടി രൂപയുടെ IPO, ഇതിൽ 485 കോടി രൂപയും ഓഫർ ഫോർ സെയിലാണ്. അതായത് അവരുടെ ഇപ്പോഴത്തെ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ബനിയൻ ട്രീ അവർ എക്സിറ്റ് ചെയ്യുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ട് അവർ എക്സിറ്റ് ചെയ്ത് പോവുകയാണ്. അവർക്ക് 31% ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ 9 വർഷം കൊണ്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ 40 കോടി രൂപയുടെ ഫ്രഷ് ഇഷ്യൂ ആണ്. അതിൽ 30 കോടി രൂപയും ഉപയോഗിക്കാൻ പോകുന്നത് ഡെറ്റ് റീപേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. 44 കോടി രൂപയാണ് ഇപ്പോഴത്തെ കമ്പനിയുടെ മൊത്തം കടം എന്ന് പറയുന്നത്. അതിൽ 30 കോടി രൂപ ഇതുവഴി അവർ തിരിച്ചടക്കുന്നതായിരിക്കും. 177 മുതൽ 186 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ്. 1526 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ്. 34% ഡയലൂഷനാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 22 ഫെബ്രുവരി മുതൽ 26 ഫെബ്രുവരി വരെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ്. ഏകദേശം 29 ഫെബ്രുവരിക്കാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. അതിലേക്ക് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ IPO വീഡിയോ, മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് ഞങ്ങൾ ഈ ചാനലിൽ നിങ്ങൾക്കുമായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടൻറ്റ് ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി തുടരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ്. അതിനുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്കുകൾ കൊടുത്തേക്കാം, അല്ലെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്യാം. ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഒരു ഹോസ്പിറ്റലാകുമ്പം അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതിൻ്റെ ഒക്യുപ്പൻസി എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയിട്ടാണ് നമ്മളതിനെ കോസ്റ്റ് ചെയ്യാറുള്ളത്. അതിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് ബെഡിൻ്റെ ഒക്യുപ്പൻസി വെച്ചിട്ടാണ് എത്ര കാലം എത്ര ആവറേജ് റവന്യൂ പെർ ഓപ്പറേറ്റിംഗ് ബെഡാണ് നമ്മൾ കണക്കാക്കുക. ഹോസ്പിറ്റൽസിനെ കോസ്റ്റ് ചെയ്യുന്ന സമയത്തും വാല്യൂ ചെയ്യുന്ന സമയത്തും അങ്ങനെയാണ്. ഇപ്പം ഒരു ബെഡിൽ നിന്നും ആ ഹോസ്പിറ്റൽ എത്ര റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു എന്നതനുസരിച്ചിട്ടാണ് ആ കമ്പനിയെ വാല്യൂ ചെയ്യാറുള്ളത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവരുടെ ആവറേജ് റവന്യൂ ഓപ്പറേറ്റിംഗ് ബെഡ് എന്ന് പറഞ്ഞാൽ 33,000 രൂപയാണ്. അത് ഒരു റീജിയണൽ പ്ലേയേഴ്സ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഹോസ്പിറ്റൽ എന്ന നിലയിൽ നമുക്കിതിനെ അപ്പോളോ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ ഹോസ്പിറ്റൽസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു റീജിയണൽ പ്ലേ ആണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ വെസ്റ്റ് ബംഗാളിലും ത്രിപുരയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ്. റായ്പൂരിലൊക്കെ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. റാഞ്ചിയിലും റായ്പൂരൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ റീജിയണൽ പ്ലെയറായിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാൻ പറ്റൂ. അതിനൊരു നാഷണൽ വൈഡ് ഹോസ്പിറ്റൽ ചെയിനായിട്ട് നമുക്കിതിനെ കമ്പയർ ചെയ്യുന്നതിന് അർത്ഥമില്ല. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് കമ്പാരിസനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒന്ന് കിംസാണ്. അതുപോലെ തന്നെ യത്രത്ത ഹോസ്പിറ്റൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിനെ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അവരൊക്കെ നോക്കുന്ന സമയത്ത് ഒക്യുപ്പൻസി കുറവാണെന്ന് പറയണം. കാരണം 59 മുതൽ 60% വരെയുടെ ഒക്യുപ്പൻസി മാത്രമാണ് ഈ കമ്പനിക്കുള്ളത്. അതുപോലെ തന്നെ 33,000 രൂപയുടെ ആവറേജ് റവന്യൂ പെർ ബെഡാണുള്ളത്. അത് ഏകദേശം ഒരു റീജിയണൽ പ്ലെയർ എന്ന നിലയിൽ സാറ്റിസ്ഫൈഡ് ആണ്. 116 ബെഡുകളുള്ള ഹവാദ് ഹോസ്പിറ്റൽ അവർ 2019 തുടങ്ങിയതാണ്. അതിപ്പോഴും ഒരു മെച്യൂർ ആയിട്ടില്ല എന്ന് വേണം പറയാം. കാരണം 46% ഒക്യുപ്പൻസി മാത്രമേ ഉള്ളൂ. അത് അവരുടെ വലിയ ഹോസ്പിറ്റലായിട്ടുള്ള അഗർത്തല 205 ബെഡുകളുള്ള ഹോസ്പിറ്റൽ, അതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ 53% ഒക്യുപ്പൻസി മാത്രമേ ഉള്ളൂ. ഈ കഴിഞ്ഞ ഒരു ഫസ്റ്റ് ഹാഫിൽ നോക്കിക്കഴിഞ്ഞാൽ 6 മാസത്തെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇബിറ്റ അതുകൊണ്ട് തന്നെ മാർജിൻ ഒരു 22% ഉള്ളൂ. അത് ഈ പറയുന്ന റീജിയണൽ പ്ലേയേഴ്സ് ആയിട്ടുള്ള കിംസ് ആയാലും എത്രത്തെയൊക്കെ ആയിട്ട് നോക്കുന്ന സമയത്ത് ഏറ്റവും കുറവാണ്. അതൊരു 27-28% ആവറേജ് ഉള്ള സ്ഥലത്താണ്, മാർജിനുള്ള ഹോസ്പിറ്റൽ സെഗ്മെൻറ്റിൽ മാർജിനുള്ള സമയത്ത് ഇവർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റിയ മാർജിൻ എന്ന് പറയുന്നത് വെറും 22%. ഇനി റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ 361 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി കഴിഞ്ഞ സാമ്പത്തിക വർഷം മുഴുവനായിട്ട് ഉണ്ടാക്കിയത്. അത് തൊട്ട് മുന്നത്തെ വർഷമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയം 19% വർധനവുണ്ട്. അപ്പോൾ
204 കോടി രൂപയായിരുന്നു അതിന് തൊട്ട് മുമ്പ്. അതുപോലെ ഈ വർഷം 6 മാസം കൊണ്ട് ഏകദേശം 204 കോടി രൂപയുടെ റവന്യൂ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇബിറ്റ നോക്കിക്കഴിഞ്ഞാൽ 22% മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നെറ്റ് മാർജിൻ എന്ന് പറയുന്നത് 11%. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 23 കോടി രൂപയാണ്. ഇനി ഇതിൻ്റെ കമ്പാരിസൺ നമുക്ക് നോക്കാം. ഇവർ പിയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് നോക്കാം. GPT ഹെൽത്ത് കെയറിൻ്റെ എൻ്റർപ്രൈസസ് വാല്യൂ എന്ന് പറയുന്നത് പെർ ബെഡ് ഏകദേശം 2.7 കോടി രൂപയാണ്. ഇവരുടെ EV/EBITDA നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മൾട്ടിപ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ 2024 ഏർണിങ്സ് ഫോർവേഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 16x അത് കുറച്ച് അട്രാക്റ്റീവായിട്ടാണ് തോന്നുന്നത്. അത് ഇതുപോലുള്ള പിയർ കമ്പാരിസണുമായിട്ട് ഞാൻ ഒരിക്കലും പറയാം അപ്പോളോ ഹോസ്പിറ്റൽസോ അങ്ങനെയുള്ള കമ്പനികളായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നത് റീജിയണൽ പ്ലേയേഴ്സുമായിട്ടാണ്. അപ്പോൾ 16x നോക്കുന്നത്. അപ്പോൾ റീജിയണൽ പ്ലേയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 16x ഈസ് അട്രാക്റ്റീവ് എന്ന് പറയാം. അപ്പോൾ 1405 ബെഡുകളുള്ള എത്രത്തെ ഹോസ്പിറ്റൽ അവരുടെ ആവറേജ് റവന്യൂ പെർ ബെഡ് നോക്കുക 28,300 രൂപയാണ്. കഴിഞ്ഞ 9 മാസത്തെ പെർഫോമൻസ് ലേറ്റസ്റ്റ് പെർഫോമൻസ് നോക്കിയാൽ പോലും 54% ഒക്യുപ്പൻസി അവർക്കുണ്ട്. 27% EBITDA മാർജിൻ ഉണ്ട്. അത് വെറും EV/EBITDA നോക്കിക്കഴിഞ്ഞാൽ 2.7 കോടി രൂപയാണ് അവരുടെ ഈ പറയുന്ന ഹെൽത്ത് കെയർ ആവറേജ് GPT ഹെൽത്ത് കെയറിൻ്റെ എൻ്റർപ്രൈസസ് വാല്യൂ എന്ന് പറയുന്നത്. അത് ട്രേഡ് ചെയ്യുന്നത് 22.5x അത് കുറച്ച് ഇതിനേക്കാൾ എക്സ്പെൻസീവായിട്ടാണ്. ഇനി നമ്മുടെ സൗത്ത് ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള വേറൊരു ഹോസ്പിറ്റൽ ചെയിനാണ് കിംസ് എന്ന് പറയുന്നത്. 3975 ബെഡ് കപ്പാസിറ്റിയാണ് ഇവർക്കുള്ളത്. 73% ഒക്യുപ്പൻസി റേറ്റ് കൈയാളുന്ന ഒരു ഹോസ്പിറ്റലാണിത്. അതിൻ്റെ ഒരു ആവറേജ് റവന്യൂ പെർ ഓപ്പറേറ്റിംഗ് ബെഡ് നോക്കിക്കഴിഞ്ഞാൽ 31,400 കോടി രൂപയാണ്. 31,400 രൂപയാണ്. അപ്പോൾ 27% ഇബിറ്റയാണ് ആ കമ്പനിക്കുള്ളത്. അവരുടെ ഇബിറ്റ മാർജിൻ 27%. അവരുടെ എൻ്റർപ്രൈസസ് വാല്യൂ 18,700 കോടി രൂപയാണ്. അപ്പോൾ അവരുടെ EV/ബെഡ് നോക്കുന്ന സമയത്ത് 4.7 കോടി രൂപയാണ്. അവരുടെ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസ് 28. മറ്റൊരു കമ്പനി നമുക്ക് റീജിയണൽ പ്ലെയർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് കോവൈ മെഡിക്കലാണ്. കോവൈ മെഡിക്കൽ അവരുടെ ലാർജർ ബെഡ് കപ്പാസിറ്റി 2097 ബെഡുകളാണ്. ഇവരുടെ ആവറേജ് റവന്യൂ പെർ ഓപ്പറേറ്റിംഗ് ബെഡ് നോക്കുമ്പോൾ 17,400. 17% കുറവാണ് ഇയർ ഓൺ ഇയർ ഉള്ളത്. 55% ഒക്യുപ്പൻസി മാത്രമേ ഉള്ളൂ. 2023 കാര്യമാണ്. 2023 ഏകദേശം 18% റിട്ടേൺ ഓൺ ഇക്വിറ്റി കൊടുത്തൊരു കമ്പനിയാണ്. കോവയുടെ EV/ബെഡ് നോക്കിക്കഴിഞ്ഞാൽ 14x EV/ബെഡ് നോക്കിക്കഴിഞ്ഞാൽ 2.2 crore. അങ്ങനെ നോക്കുന്ന സമയത്ത് GPT ഒരു അട്രാക്റ്റീവ് വാല്യൂഷനിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. 27% ROE ഉണ്ട്. അതിനെ ഹാഫ് ഇയർലി നോക്കുകയാണെങ്കിൽ അനലൈസ്ഡ് ബേസിൽ നോക്കുകയാണെങ്കിൽ തന്നെ ലേറ്റസ്റ്റ് നോക്കുന്ന സമയത്ത് 27% റിട്ടേൺ ഓൺ ഇക്വിറ്റി ഈ പറയുന്ന GPT കൊടുത്തിട്ടുണ്ട്. ഇനി മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള 1794 ബെഡുകളുള്ള ജൂപ്പിറ്റർ ലൈഫ് നമ്മൾ ഇന്നലെ റിവ്യൂ ചെയ്തത് ആസ് മച്ച് ഹയർ. ഇന്നലത്തെ അല്ല, ജൂപ്പിറ്റർ ലൈഫ് എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ചെയിന് അവരുടെ ആവറേജ് റവന്യൂ പെർ ഓപ്പറേറ്റിംഗ് ബെഡ് 53,600 രൂപയാണ്. അത് ഒക്യുപ്പൻസി നോക്കിക്കഴിഞ്ഞാലും 63% ഒക്യുപ്പൻസി ഉണ്ട്. 23% ഇബിറ്റ മാർജിൻ ഉണ്ട്. ജൂപ്പിറ്റർ 7.8 കോടി പെർ ബെഡിലാണ് അവരുടെ വാല്യൂഷൻ നടക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവർ 38x ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തെ ഹോസ്പിറ്റൽ 22.5x ട്രേഡ് ചെയ്യുന്നു. കിംസ് നോക്കിക്കഴിഞ്ഞാൽ 28 ട്രേഡ് ചെയ്യുന്നു. കോവൈ മെഡിക്കൽ നോക്കിക്കഴിഞ്ഞാൽ അവർ ഏകദേശം 14x അപ്പോൾ മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ജൂപ്പിറ്റർ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ 38x. ആ സമയത്ത് ഇവർ ഫോർവേഡ് PE 16x എന്ന് പറയുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വാല്യൂഷനാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ എൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഒരു IPO ലിസ്റ്റിങ്ങിനുള്ള ഒരു മിക്സ്ഡ് ബാഗാണെന്ന് പറയാം. അത് കുറച്ച് ലിസ്റ്റിംഗ് ഗെയിൻ നൽകാനുള്ള ചാൻസ് കൂടുതലുള്ള ഒരു IPO ആയിട്ട് നമുക്കിതിനെ പറയാം. പ്രൈസ്ഡ് നോക്കിക്കഴിഞ്ഞാലും മറ്റുള്ള പേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ലോവർലി പ്രൈസ്ഡാണ് ചെയ്തിരിക്കുന്നത്. ലോങ് ടേം ഹോൾഡിങ്സിന് ബെഡ് ഓക്യുപ്പൻസി വെച്ചിട്ടും അതൊക്കെ ഇമ്പ്രൂവ് ആവുന്ന രീതിയിൽ നമുക്കതിനെ കൊണ്ടുപോകാം. പോസ്റ്റ് ലിസ്റ്റിങ്ങിനനുസരിച്ച് അതിൻ്റെ മോണിറ്ററിങ് നടത്തിയതിന് ശേഷം മാത്രമേ ഒരു പോർട്ട്ഫോളിയോ സ്റ്റോക്കായിട്ട് ഇതിനെ എടുക്കണമെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. പക്ഷേ എനിവേ ഒരു ഷോർട്ട് ടേം വ്യൂ ആണെങ്കിൽ ഒരു അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ലിസ്റ്റിംഗ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചോട്ടെ, IPO ലിസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ മാർക്കറ്റ് സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. IPO മാർക്കറ്റ് മൂഡിനനുസരിച്ച് ലിസ്റ്റിങ്ങിൽ വ്യത്യാസം വന്നേക്കാം. ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ബേസ് ആയിട്ട് നമുക്ക് മാത്രം തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ടാണ്. സോ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ മാത്രം റിസ്ക്കാണ്. അതിനുശേഷം മാത്രം ഇനീഷ്യേറ്റ് ചെയ്യുക ബൈയിങ് സെല്ലിങ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. ഞങ്ങൾ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ളൊരു റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ പ്രൈവറ്റ് ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റുള്ളവരുമായിട്ട്. അതുപോലെ തന്നെ
വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ മറക്കാതെ പോവുക. ഇത് ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഒരു മോട്ടിവേഷനാണ്. കൂടുതൽ വീഡിയോകളായിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് വരാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം കൂടിയാണ്. ചെയ്യുമെന്ന വിശ്വാസത്തോടുകൂടി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്